ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നതാ മിടുവിന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ ദിവസം ഞാൻ എടുക്കുന്ന വീഡിയോ കേട്ടോ. രാവിലെ തന്നെ ഒരു കൊച്ചിനെ കൊണ്ടുവന്നാക്കാൻ, സ്റ്റീവിനെ സ്കൂളിൽ കൊണ്ടുവന്നാക്കാനായിട്ട് ഇതാ സ്കൂളിലേക്ക് പോവാണ്. ഞങ്ങളും ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം കേട്ടോ. ഞങ്ങളിന്ന് മാളയിലുള്ള നേത്ര എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ ഒരു ഐ ചെക്കപ്പിനായിട്ട് പോവാണ്. അപ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞാൽ എനിക്കും ഡോക്ടറെ കാണണം, ആൽവിനും കാണണം. അപ്പോൾ രണ്ടുപേരുടെയും കണ്ണടയിൽ ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, പവറിലൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യിപ്പിച്ച് കണ്ണടയൊക്കെ ഒന്ന് മാറ്റണമെന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഞങ്ങൾ പോകണം. അപ്പോൾ ഇന്ന് പോയി വന്നിട്ട് വേണം നമുക്ക് മിടുവിൻ്റെ ബർത്ത്ഡേ ആഘോഷം ചെറിയ രീതിയിൽ, വലിയ ഗ്രാൻഡ് പരിപാടിയൊന്നുമില്ല. ഫുഡൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെ സെലിബ്രേഷൻ ഇല്ല എന്ന് വെച്ചേക്കണം അവർ. അപ്പോൾ അതുകൊണ്ട് സണ്ണിയുടെ ആഘോഷിച്ചില്ല അതും പറഞ്ഞ്. അപ്പം അതുകൊണ്ട് തന്നെ മിടുവിൻ്റെയും ആഘോഷിക്കാനില്ലാന്ന്. പക്ഷെ നമ്മൾ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് മിടുവിന് കൊടുക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ മാളയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങളിതാ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ മുൻപും വന്നിരിക്കുന്നതാണ്. ഞാനും ഇവിടുത്തെ ഡോക്ടറെ മുമ്പ് കണ്ടിരിക്കുന്നത്. പിന്നെ ആൽവിനായാലും കണ്ടിട്ടുണ്ട്. പിന്നെ ആൽവിന് പോകാൻ ദിവസങ്ങൾ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ആൽവിൻ പോകുന്നതിന് മുൻപ് തന്നെയായിട്ട് ചെക്കപ്പ് ഒക്കെ നടത്തി കണ്ണട നമുക്ക് റെഡിയാക്കി കിട്ടാൻ വേണമല്ലോ. അപ്പോൾ അതിനായിട്ട് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ ഐ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് തിരക്കുണ്ട്, നമുക്ക് ഇനി തിരിച്ചു പോകാൻ ദിവസങ്ങൾ കുറവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ വേഗത്തിൽ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് അങ്ങനെ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളിതാ വീട്ടിലെത്തി. വീട്ടിൽ വന്നിട്ട് ഞങ്ങൾക്ക് യു പിയിലേക്ക് കൊണ്ടുപോകേണ്ട കുറച്ച് ഐറ്റംസിന്റെ ജോലികളൊക്കെ ആട്ടോ. അപ്പൊ നിങ്ങളെയും കൂടെ കാണിച്ചു തരാം. ഇത് ഞാൻ യു പിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇതേ ഉണക്കമീനൊക്കെ വാങ്ങി, നമ്മുടെ നങ്കുണ്ടല്ലോ അപ്പോൾ അത് വാങ്ങി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ മിക്സാക്കി നല്ലപോലെ നമ്മളത് പുരട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെയിലുള്ള സമയത്ത് വെയിലത്തേക്ക് എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ വെയിലില്ല പുറത്ത്, അതുകൊണ്ട് ഞാൻ ഇവിടെ കിച്ചണിൻ്റെ സ്ലാവുമ്മ തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊന്നും ഇതിന് അധികം സ്മെല്ല് വരില്ല, പിന്നെ കേടാകാതിരിക്കുകയും ചെയ്യും. ഒട്ടും ഉണക്കമീൻ്റേതായ ഒരു സ്മെല്ലൊന്നും പുറത്തേക്ക് ഒട്ടും വരില്ല. അപ്പോൾ നല്ല നീറ്റായിട്ട് ഇത് ഇങ്ങനെ ഇരുന്നോളും. പിന്നെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് സമയം വെള്ളത്തിലൊക്കെ ഇട്ട് വയ്ക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, ഉപ്പുമൊക്കെ കുറച്ച് കുറഞ്ഞ് കിട്ടും. ആ സമയത്ത് തന്നെ ഇതിൻ്റെ ആ ഒരു മഞ്ഞപ്പൊടിയൊക്കെ ഇതുമേന്ന് വാഷ് ചെയ്ത് പോയി കിട്ടും. അല്ലാണ്ട് നമ്മൾ വറക്കുമ്പോൾ ഇങ്ങനെ യെല്ലോ കളറൊന്നും കാണില്ല കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെയാണ് മിക്കവാറും വർഷങ്ങളിൽ പോകുമ്പോൾ കൊണ്ടുപോകാറ്. അപ്പം അങ്ങനെ ആ ജോലിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ താഴേക്ക് ഇറങ്ങണം. മിടുവിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് താഴേക്ക് ഇറങ്ങണം. അപ്പം അമ്മയുടെ റൂമിൽ വെച്ച് അമ്മയുടെ അടുത്ത് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അമ്മയ്ക്കും അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ കേക്ക് കട്ടിങ് ഒന്നും ഇല്ല കേട്ടോ, അവർ കേക്ക് കട്ട് ചെയ്യുന്നില്ല എന്നവർ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കേക്കൊന്നും വാങ്ങിക്കാൻ സമ്മതിച്ചില്ല, കേക്ക് കട്ടിങ് ഇല്ല. അപ്പോൾ ഗിഫ്റ്റ് എന്തായാലും കൊടുക്കാമെന്ന് വിചാരിച്ചത്, ഞങ്ങൾ വാങ്ങിയതാണല്ലോ. അപ്പോൾ അങ്ങനെ ദേ നമ്മൾ അമ്മയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ മിഡു ആന്റിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ മിഡു ആന്റിക്ക് ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. കൂടെ കയറിപ്പോയി എന്തായാലും നോക്കാനുള്ളതല്ലേ. ഞങ്ങൾ ഗിഫ്റ്റ് പാക്കൊന്നും ചെയ്തിട്ടില്ല, അതൊന്നും കുഴപ്പമില്ല. സമയത്തിന്റെ ഒരു അഭാവത്തിൽ നമ്മുടെ അതിന്റെ കാർഡോ കവറോ അല്ല, അതിനൊന്നും വെച്ചില്ല. നോക്കിക്കോ, എന്തായാലും കൊള്ളാം. ഇതിന്റെ ഒരു കുറവ് ഞങ്ങൾക്കൂടെ ഫീൽ ചെയ്തു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഓർത്തുന്ന ഇത് തന്നെ എവിടെ വെക്കുന്നത്? ഇത് തലതിരിഞ്ഞാണോ? ആൽവിന്റെ തലേന്നേക്ക് റൂം കൂടെ ഉണ്ടാക്കേണ്ടി വരുമോ? റൂം ഉണ്ടാക്കേണ്ടി വരുമോ? ഈ നമ്മള് വീട്ടിൽ ചിക്കൻ ഇട്ട് വറക്കേണ്ട സമയത്ത് ഓടിക്ക് തരൂ, വലിച്ചിട്ട് അത് മടിയിലിരിക്കുന്നത്.
ഏത് ആ താങ്ക് യു. വെൽക്കം. സ്വയം ഷോളുണ്ട്. റെഡിമെയ്ഡ് തീർച്ചയായും. അപ്പം അങ്ങനെ മിഡു ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളിതേ ഫുഡ് കഴിക്കാനായിട്ട് ഒരുമിച്ച് കൂടിയേക്കാണ്. വലിയ ആഘോഷമായ ബർത്ത്ഡേ ഫുഡും കാര്യമൊന്നും അല്ല കേട്ടോ, സിമ്പിളായിട്ട്. അതും ഇന്ന് സണ്ണി ഉണ്ടാക്കിയ സ്പെഷ്യൽ മീൻകറി ആയിരുന്നു. അപ്പോൾ മീൻകറിയും പിന്നെ ഒരു ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ സണ്ണി തന്നെ ഉണ്ടാക്കിയ പായസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ കൂട്ടി ഞങ്ങളിത് ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പം ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ്. പിന്നെ ഈ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കൂടെ വരാം. അപ്പം എല്ലാവർക്കും ബൈ ബൈ.